നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് പച്ചക്കറി കൃഷി ചെയ്ത കർഷകൻ ഉൽപ്പന്നത്തിന് വിലയില്ലാതായതോടെ കണ്ണീരിലായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ M. സുധീറിനെ കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പര അരങ്ങേറിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സായാഹ്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയ്ക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് പച്ചക്കറി കൃഷി ചെയ്ത കർഷകൻ ഉൽപ്പന്നത്തിന് വിലയില്ലാതായതോടെ കണ്ണീരിലായി. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് സ്വദേശി കോപ്ലി ലോനായിയാണ് പച്ചക്കറി ഇനങ്ങൾക്ക് വിലയും ഡിമാൻഡും കുറഞ്ഞതോടെ ദുരിതത്തിലായത്. സമൃദ്ധമായ വിളവ് ലഭിച്ചിട്ടും കൃഷിച്ചെലവ് പോലും കിട്ടാത്ത സാഹചര്യമാണുള്ളതെന്ന് ലോനായി നിരാശയോടെ പറയുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ പതിവായി പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരിൽ ഒരാളാണ് 64-കാരനായ ലോനായി. കടമ്പോട് പൊളിന്തറയ്ക്കു സമീപം പാട്ടത്തിനെടുത്ത അരേക്കർ സ്ഥലത്ത് ഇത്തവണ പയർ, കുക്കുംബർ, വെണ്ട തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് ലോനായി കൃഷി ചെയ്തത്. ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ 2 മാസം മുമ്പേ കൃഷി ഇറക്കിയെങ്കിലും പതിവില്ലാത്ത വിധം മഴ നീണ്ടുനിന്നത് ഈ കർഷകന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ചു. ചെടികൾ പൂവിടാൻ വൈകിയതിനാൽ ഓണത്തിന് മുമ്പ് വിളവെടുപ്പിന് പാകമായില്ല. ഓണം കഴിഞ്ഞപ്പോൾ പയറും കുക്കുംബറും ധാരാളമായി വിളഞ്ഞെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയായി. ഇതുമൂലം വിലയും 1/3 കുറഞ്ഞു. ഓണവിപണിയിൽ കിലോയ്ക്ക് 100 രൂപ വരെ വിലയുണ്ടായിരുന്ന പയറിന് ഓണം കഴിഞ്ഞതോടെ 30 രൂപയായി താഴ്ന്നു. കുക്കുംബറിൻ്റെ വില 30-ൽ നിന്ന് പകുതിയായി കുറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കാമെന്ന് വെച്ചാൽ വാങ്ങാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് ലോനായി പറയുന്നു. കൃഷി ഇറക്കാനായി ചെലവഴിച്ച 1.5 ലക്ഷത്തോളം രൂപയിൽ പകുതി പോലും തിരിച്ചു കിട്ടില്ലെന്നാണ് ലോനായിയുടെ സങ്കടം. കുക്കുംബർ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും കടയിൽ ആർക്കും വേണ്ട. ഒരു 500 കിലോ കുക്കുംബർ ചെയ്യാൻ പൊട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു 1.5 ഇട്ട്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് വെറുതെയും കൊടുക്കുന്നുണ്ട്, പല രീതിയിലും കൊടുക്കുന്നുണ്ട്. ഇത് ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ലാത്ത ഒരു കണ്ടീഷനിലാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് സെക്രട്ടറി നിധിൻ CN, അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ MK എന്നിവർ സംസാരിച്ചു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ M. സുധീറിനെ കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി കാളിയങ്കര, യൂണിറ്റ് ട്രഷറർ ജോഷി നെടുമ്പാക്കാരൻ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റുമാരായ രാമചന്ദ്രൻ വിസ്മയ, സിൻഡോ പുതുമ, യൂണിറ്റ് ഭാരവാഹികളായ രമേശൻ, ഷിജു ചോനേടൻ, ജോമി കൊളപ്രൻ, ഡേവിസ്, ജോസഫ് പെരുമ്പിള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മാഷുടെ ഇനി ഇവർ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, മികച്ച രീതിയിലാവട്ടെ എന്ന് ആത്മാർത്ഥമായി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പര അരങ്ങേറിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സായാഹ്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ജോൺ മുണ്ടൻമാണി ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR കിരൺ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, ജില്ലാ സെക്രട്ടറി ഗബ്രിയൽ കിഴക്കൂടൻ, നിയോജകമണ്ഡലം സെക്രട്ടറി ജോഷി പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. വലിയ പാഠമാണ് ഈ കഴിഞ്ഞ കൊല്ലക്കാലമായി എല്ലാ മേഖലയും കണ്ടെത്തിയിട്ടുണ്ട്. വിശിഷ്യ ഇനി ആകാനുണ്ടായിരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം കൊടുക്കുന്ന പോലീസിന്റെ സ്ഥിതി അത് ഭയാനകമായ വിധം ചാലക്കുടി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ഗിരിധർ ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും SSM റിസർച്ച് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന LP UP വിദ്യാർത്ഥികൾക്കായുള്ള നേത്രാരോഗ്യ പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് LP, UP, ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SHO MK സജീവ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ബേബി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ PB നിഷ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ആര്യലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രോഗ്രാം ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, LP ഹെഡ് മിസ്ട്രസ് IN ശ്രീജ, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് NS ഷീബ, റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റുമാരായ ജോർജ് കല്ലേലി, മുരളീധരൻ, ജോൺ തെക്കേക്കര, മാധ്യമപ്രവർത്തകൻ ലാലുമോൻ ചാലക്കുടി, ബാബു ജോസഫ്, റോട്ടറി ട്രഷറർ റോയ് K ഡേവിസ്, അധ്യാപക പ്രതിനിധി ടെൽമ കൊറിയ, PTA പ്രസിഡന്റ് ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ന്യൂനതകൾ കിട്ടുന്നതിനനുസരിച്ച് അതിനെ വികസിക്കാൻ അവരുടെ ഭാവിയിൽ അതുമൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ പറയാനും നമ്മളെല്ലാം PTA പ്രസിഡന്റ് മീഡിയ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയ്ക്ക് തുടക്കമായി. കേളി 2025 എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടത്തുന്ന കലാമേള ജൂനിയർ കലാഭവൻ മണി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ ആലുവ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത്ത് നാരായണൻ, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, ക്ഷേമസമിതി പ്രസിഡന്റ് സുനിൽകുമാർ, മാതൃസമിതി പ്രസിഡന്റ് സലിത എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി 6 വേദികളിൽ 45 ഇനങ്ങളിലായി 800-ൽ പരം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കാരണം നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുവാൻ ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനും ചാലക്കുടി മർച്ചന്റ്സ് യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഓണാഘോഷം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, ചാലക്കുടി DYSP PC ബിജുകുമാർ, ചാലക്കുടി മുനിസിപ്പൽ സെക്രട്ടറി പ്രമോദ്, ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, ടൗൺ ജുമാ മസ്ജിദ് ഇമാം K ഹുസൈൻ ബാഖഫി, ഗായത്രി ആശ്രമം ചീഫ് ഗുരുദർശന രഹന, ചാലക്കുടി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർമാർ, ചാലക്കുടിയിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ചാലക്കുടിയിലെ പൗരപ്രമുഖർ, ചുമട്ടുതൊഴിലാളി ജീവനക്കാർ, മർച്ചന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ വിംഗ്, യൂത്ത് വിംഗ് അംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ.
സ്വരം നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നിൽപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണം സീസണിൽ നല്ല വില പ്രതീക്ഷിച്ച് പച്ചക്കറി കൃഷി ചെയ്ത കർഷകൻ ഉൽപ്പന്നത്തിന് വിലയില്ലാതായതോടെ കണ്ണീരിലായി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ വകയിരുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ കൊടകര ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം സുധീറിനെ കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളുടെ പരമ്പര അരങ്ങേറിയിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സായാഹ്ന പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ കലാമേളയ്ക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.